തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്രയിൽ അടുത്ത മണ്ഡലം പൊന്നാനിയാണ്. ഈ പൊന്നാനിയിൽ സംഭവിച്ചത് നമുക്കറിയാം. ലീഗിൻ്റെ 2 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ, മലപ്പുറവും പൊന്നാനിയും. അവിടെ ജയിച്ചവരങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ വെച്ച് മാറി. പൊന്നാനിയിൽ ജയിച്ച ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും, മലപ്പുറത്ത് ജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച അബ്ദുസമദ് സമദാനി പൊന്നാനിയിലേക്കും വന്നു. നമ്മുടെ നാട്ടുപുറത്ത് ഒരു ചൊല്ലുണ്ട്, ഈ മച്ചിപ്പശുക്കളെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ ഗുണം കിട്ടുമോ എന്നൊരു ചോദ്യം. നല്ല കാളയെ വിട്ട് തടിപ്പിക്കുക എന്നൊരു പ്രയോഗം കൂടി നാട്ടുപുറത്തൊരു ചൊല്ലുണ്ട്. അപ്പം മച്ചിപ്പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയിട്ട് പ്രയോജനം എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ലീഗിൻ്റെ മുമ്പിലുള്ള ചോദ്യം. നമുക്കറിയാം, പൊന്നാനി അസംബ്ലി സെഗ്മെന്റ് ഒരിക്കലും ലീഗിൻ്റെ സീറ്റല്ല. അവിടെ പരസ്പരം മത്സരിച്ച് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് LDFും UDFും, പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ CPIMും കോൺഗ്രസുമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചിട്ടുണ്ട്, CPIMിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. പൊന്നാനി ഒരു ഉറച്ച ലീഗ് കോട്ടയാണോ എന്നൊരു ചോദ്യം കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. GM വനത്വാല എത്രയോ തവണ, അദ്ദേഹം 7 തവണ GM വനത്വാല മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ട, മലയാളി പോലും അല്ലാത്ത വനത്വാല തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് പൊന്നാനി. അപ്പോൾ അന്നു മുതൽ പരമ്പരാഗതമായിട്ട് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചതൊഴിച്ചാൽ പിന്നീടുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ലീഗിന് അല്ലെ മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് പൊന്നാനി തുടർന്നു. അതുകൊണ്ടാണല്ലോ 7 തവണ GM വനത്വാല ജയിച്ചത്. എന്നാൽ പിന്നീട് അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ പലപ്പോഴും വന്നു. ലീഗ് വിട്ടുവന്ന വിമതര് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് വിട്ടുവന്ന വിമതര് ഇടതുപക്ഷത്തോട് ചേർന്ന നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. അപ്പം അങ്ങനെ ലീഗ് രാഷ്ട്രീയത്തിന് പരിക്കുകളും ചതവുകളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ വന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ലീഗിൻ്റെ മാതൃ സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമസ്തയും ലീഗും തമ്മിലുള്ള പോര് മറനീക്കി പുറത്തു വന്നു. ഇലക്ഷൻ കാലത്ത് സമസ്ത ഇടതുപക്ഷത്തിന് വേണ്ടി, CPIMന് വേണ്ടി വോട്ട് പിടിച്ചു, നിലപാടെടുത്തു. ഇടതുപക്ഷത്തിൻ്റെ പരസ്യം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നതിനെ ലീഗ് ചോദ്യം ചെയ്തു. അങ്ങനെ ലീഗിലെ ഒരു വിഭാഗം, എല്ലാവരുമല്ല, പരസ്യമായിട്ട് സമസ്തയ്ക്കെതിരെ രംഗത്ത് വന്നു. സമസ്തയുടെ കെയർ ഓഫിൽ വോട്ടുകൾ LDFന് പോയി എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സമയമുണ്ട്. പിന്നെ പോളിങ്ങും വളരെ കുറഞ്ഞു. ഈ ലീഗ് രാഷ്ട്രീയം അടുത്ത പലരും വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. പിന്നെ 2019 ETയും അല്ല അന്ന് കുഞ്ഞാലിക്കുട്ടിയും നേടിയ വൻ വിജയം മലപ്പുറത്തും പൊന്നാനിയിലും ഇക്കുറി നേടാനുള്ള അനുകൂല ഘടകങ്ങൾ കുറവാണ്. രാഹുൽ ഫാക്ടറിയില്ല. ഇന്ത്യ മുന്നണി അല്ല അന്നത്തെ പ്രതിപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷകൾ അത്രമാത്രം ഇപ്പോൾ വെച്ച് പുലർത്താനാവില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗിന് മൊത്തത്തിൽ എതിരായിട്ടാണ്. നമ്മൾ പൊന്നാനിയിൽ പ്രത്യേകിച്ചും, മലപ്പുറത്ത് കുറെ കൂടെ സേഫാണ് ലീഗ്, പക്ഷെ പൊന്നാനിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. സമസ്ത നിലപാട്, പിന്നെ വിമത ശബ്ദം, ലീഗ് വിട്ട് പുറത്തു വന്ന ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവാണ് CPIMൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നതും സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലുമല്ല. അത്തരം കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഈ പൊന്നാനിയെ വിലയിരുത്താൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൂർവ്വ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ 2019 ET വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ETക്ക് അന്ന് മാർജിൻ 2019 വലിയ മാർജിനിലാണ് ET ജയിച്ചിരിക്കുന്നത്. എന്നാൽ 2014 ETക്ക് മാർജിൻ വെറും 25,410 വോട്ട് മാത്രമായിരുന്നു. അന്ന് V. അബ്ദുറഹ്മാൻ കോൺഗ്രസ് വിട്ടുവന്ന് പൊന്നാനിയിൽ പിന്നെ പ്രമുഖ നേതാവായിട്ട് ഇടതുപക്ഷത്തേക്ക് മാറിയ ഇപ്പോഴത്തെ കായിക മന്ത്രി V. അബ്ദുറഹ്മാനെ ആണ് തോറ്റത്. പക്ഷേ 25,000 പരം വോട്ടിനാണ് ET അബ്ദുറഹ്മാനെ തോൽപ്പിക്കുന്നത്. അത് ഇതിനു മുമ്പ് ET നേടിയ വോട്ടുകൾ നോക്കി അതിന് മുമ്പ് 2 തവണ ജയിച്ചു എന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ ഭൂരിപക്ഷമാണ്. മാത്രമല്ല അബ്ദുറഹ്മാൻ പിന്നെ 2014 3 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി.
തവനൂർ, പൊന്നാനി, തൃത്താല പാലക്കാട് ജില്ലയിലെ തൃത്താലയും ഇതിലേക്ക് വരുന്നുണ്ട്. ഈ 7 മണ്ഡല അസംബ്ലി സെഗ്മെന്റുകളിൽ 3-ൽ അബ്ദുറഹ്മാൻ ലീഡ് നേടി, 4-ലാണ് ET ലീഡ് നേടിയത്. ഇനി 2009 നോക്കുമ്പോൾ ETയുടെ മാർജിൻ 80,684 വോട്ടാണ്. അതിൽ നിന്നാണ് 2014 25,000-ലേക്ക് ETയുടെ ഭൂരിപക്ഷം ചുരുങ്ങിയത്. എന്ന് പറഞ്ഞാൽ ലീഗിന്റെ വോട്ട് ബാങ്കിൽ അത്രയും വിള്ളൽ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി 2004-ലൊക്കെ അഹമ്മദൊക്കെ 1,00,000-ന് മുകളിൽ ജയിച്ചുകൊണ്ടിരുന്നതാണ്. ബനത്വാലയൊക്കെ എപ്പോഴും 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. 7 തവണ കണക്കെടുത്ത് നോക്കുമ്പോഴേ അതിലേതാണ്ട് 1 തവണ മാത്രമേ ഭൂരിപക്ഷം അതിന്റെ താഴേക്ക് 1,00,000-ൽ താഴേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഇപ്പോ ഈ ഒരു അവസ്ഥയില് 2024 KS ഹംസ, ലീഗ് വിട്ടുവന്ന വിമത നേതാവ് KS ഹംസ ലീഗിനെതിരെ, സമദാനിക്കെതിരെ മത്സരിക്കുമ്പോൾ അതെന്താകും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. BJPയുടെ നിവേദിത സുബ്രഹ്മണ്യൻ നിൽക്കുന്നു. BJPക്ക് എപ്പോഴും ഒരു ചുരുങ്ങിയ വോട്ട് ബാങ്കേ ഉള്ളൂ. പൊന്നാനിയിൽ ഒരു 10% മാക്സിമം, അല്ലെ 7-8% വോട്ട് ബാങ്കൊക്കെയാണ്. അസംബ്ലി സെഗ്മെന്റിൽ പോലും 5 മുതൽ 10 വരെ ശതമാനം വോട്ട് മാത്രമാണ് BJPക്ക് കാലാകാലങ്ങളിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ET അന്ന് 2019 51.30% വോട്ട് നേടി ജയിച്ചു. PV അൻവർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അറിയാമല്ലോ, PV അൻവർ ആയിരുന്നു. 32.30 വോട്ടേ PVക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ETയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വൻ ഭൂരിപക്ഷമാണ്, 1,33,000-ഓളം വോട്ടുകൾ, 2,00,000-നടുത്ത് വോട്ടുകളിലാണ് ET PV അൻവറെ തോൽപ്പിച്ചത്. അന്ന് BJPയുടെ VT രമ, BJP നേതാവ് നേടിയത് 10.87, അതായത് 10 ആവറേജ് 8-10% വോട്ടുകളെ ഉള്ളൂ. 1,00,000-ൽ പരം വോട്ടാണ് അന്ന് VT രമ നേടിയത്, 1,10,000 വോട്ടുകൾ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ET 7 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്. ആ 7 മണ്ഡലങ്ങളിലും 58,000 മുതൽ 90,000 വരെ, 1,00,000-ന് അടുത്ത് വരെയുള്ള ഭൂരിപക്ഷം ആ റേഞ്ച് അനുസരിച്ച് കിട്ടിയിട്ടാണ് ഈ ETക്ക് ഈ 1,93,000, 2,00,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നത്. അതൊരു വൻ വിജയമാണ്. പക്ഷെ അത് ഇക്കുറി അത് ആവർത്തിക്കുക എന്ന് പറയുന്നത്, കാരണം ET പൊന്നാനി വിട്ടുപോയി, ET മലപ്പുറത്തേക്ക് പോയി, സമദാനി പൊന്നാനിയിലേക്ക് വരുന്നു. അപ്പോൾ ഇക്വേഷൻസ് മാറുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനുണ്ടായ അതിനുള്ളിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഹുൽ ഫാക്ടർ ഇവിടെയും ഇല്ല ഇക്കുറി. 2019 ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു, ഘടകകക്ഷിയായ UDFിലെ ലീഗിന്റെ 1-2 മന്ത്രിമാര്, കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തുനിന്ന് ജയിച്ച ഒരു പ്രധാനപ്പെട്ട വകുപ്പിൽ ഒരു ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിയാകും, പിന്നെ സമദാനി ജയിച്ച ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടും. ഇങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ജനങ്ങളിൽ, മലപ്പുറത്തെയും പൊന്നാനിയിലെയും വോട്ടർമാരിൽ ജനിപ്പിച്ചിട്ടാണ് അന്നത്തെ ഇലക്ഷൻ നടന്നത്, പ്രതീക്ഷകൾ പുലർത്തിയിട്ടാണ്. അങ്ങനെ വൻതോതിൽ വോട്ട് അങ്ങനെ UDFിന് മറിഞ്ഞു. 19 സീറ്റിൽ UDF അന്ന് ജയിച്ചതിന്റെ സാഹചര്യം മലപ്പുറത്തും അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ കാലാകാലങ്ങളിൽ നമ്മളൊരു കണക്കെടുത്ത് അസംബ്ലി സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ലീഗിന്റെ വോട്ട് ബാങ്ക് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പല ഇലക്ഷനിലും അവരുടെ ഭൂരിപക്ഷം കഴിഞ്ഞ ഒരു 6-7 ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുറയുകയാണ്. ചിലയിടത്ത് പരാജയം രുചിച്ചിട്ടുമുണ്ട് ലീഗിന്റെ കോട്ടയിൽ തന്നെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇതിനെ കാണുക. അപ്പം ETയുടെ ലീഡ് ഇങ്ങനെ കിട്ടിയത് നമ്മൾ ഇപ്പോഴൊരു മാനദണ്ഡമായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ആ സാഹചര്യം ഇപ്പം നിലവിലില്ല. ഇപ്പം ഇനി ET ജയിച്ചാലോ അല്ലെ സമദാനി ജയിച്ചാലോ കേന്ദ്രത്തിൽ മന്ത്രിമാരാകും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് വെച്ച് പുലർത്താൻ സാധിക്കത്തില്ല. കാരണം BJPക്ക് സീറ്റുകൾ കുറയുമെന്ന് പല പ്രവചനങ്ങളും വിലയിരുത്തലുകളും വരുന്നുണ്ടെങ്കിലും അതിന് ബദലായിട്ട് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ടുള്ള സ്ട്രെങ്ത്, MP-മാരുടെ എണ്ണം, ഭൂരിപക്ഷം ഒക്കെ കിട്ടുമോ എന്നതും വളരെ നിർണായക ചോദ്യങ്ങളാണ്. അതിനൊന്ന് കൃത്യമായൊരു ഉത്തരം നമുക്ക് പിക്ചർ ക്ലിയർ അല്ല. BJPക്ക് വോട്ട് കുറയും, സീറ്റുകളും കുറയും. പക്ഷേ അതിനെ മുതലാക്കിയിട്ട് ഇന്ത്യ മുന്നണിക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഇവിടെ ഇപ്പം കൂടുതലാണ്. 24-ൽ 19-ൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തി വോട്ടർമാരും നേതാക്കളും, നമ്മൾ വീണ്ടും BJPയെ പുറത്താക്കി, മോദിയെ പുറത്താക്കിയിട്ട് കോൺഗ്രസ് നടത്തുന്ന ഗവൺമെന്റ് വരാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ആ സാഹചര്യം ഇപ്പോൾ നിലവിൽ അത്രമാത്രം ശക്തമല്ല. ഒരു നേരിയ പ്രതീക്ഷ മാത്രമേ ഇതിനകത്ത് നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഇതിന്റെ പൊതുവായ ഒരു ചിത്രം. ഇനി നമ്മൾ അതിന്റെ അസംബ്ലി സെഗ്മെന്റ് വഴിയുള്ള വിലയിരുത്തലിലേക്ക് വരാം. 2021 സംഭവിച്ചത് എന്താണ്? കേന്ദ്രത്തിൽ ഭരണതലത്തിൽ പങ്കാളിയാകാമെന്ന് വിചാരിച്ച മുസ്ലിം ലീഗും പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയും നിരാശരായി. 2019 ഇലക്ഷൻ കഴിഞ്ഞുള്ള പിക്ചർ BJP മോദി വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോൾ ഇനി പാർലമെന്റ് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി 2 കൊല്ലത്തിനകത്ത് MP സ്ഥാനം രാജിവെച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് വന്നിട്ട് അബ്ദുൾ സമദാനി ബൈ ഇലക്ഷനിലെ MP ആണ്. കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പം മോഹം വീണ്ടും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും അധികാരത്തിൽ വരും. കേരളത്തിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് 5 കൊല്ലം LDF, പിന്നെ 5 കൊല്ലം UDF. അപ്പൊ കേരളത്തിൽ ഒരു കിങ് മേക്കറായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നത്. പക്ഷേ 2021 കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോയി. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച വന്നു. അങ്ങനെ ആകെ മൊത്തം കുഞ്ഞാലിക്കുട്ടി വളരെ നിരാശനായി പോയി. അതുപോലെ ലീഗ് നേതാക്കൾ. ഈ ഘട്ടത്തിലാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ഇതിലൊക്കെ ലീഗിന് വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 7 അസംബ്ലി സെഗ്മെന്റ് എടുത്തു നോക്കിയാൽ നമുക്ക് ആദ്യം നമുക്ക് ഇതിലെ തിരൂരങ്ങാടി തുടങ്ങാം. തിരൂരങ്ങാടി ഒരിക്കൽ ലീഗിന്റെ വലിയ കോട്ടയായിരുന്നു. പക്ഷെ ഇപ്പോൾ ലീഗിന് അത്രയും വലിയ ശക്തമായ വോട്ട് ബാങ്ക് അവിടെ ഇല്ല. തിരൂരങ്ങാടിയിൽ ലീഗ് ജയിക്കുന്നെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിനാണ് പലപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോട്ട് ബാങ്കിൽ അവിടെ ചോർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 21 കാര്യം നോക്കുക. KPA മജീദ് സിറ്റിംഗ് MLA. മജീദിന് കിട്ടിയ ഭൂരിപക്ഷം 9578. ഒരു അസംബ്ലി സെഗ്മെന്റിൽ ഒരു 10,000-ലധികം വോട്ടൊക്കെയാണ് ഒരു സാധാരണ നല്ല ഭൂരിപക്ഷമായിട്ട് പരിഗണിക്കുക. അതിന്റെ ബേസ് ലെവലിൽ. ലോക്സഭയിലാണെങ്കിൽ ഒരു 50,000 ഒക്കെ കഴിഞ്ഞാൽ അതൊരു വലിയ ഭൂരിപക്ഷമാണ്. അപ്പൊ ഇവിടെ 10,000 ഭൂരിപക്ഷം പോലും KPA മജീദിന് കിട്ടിയില്ല. തിരൂരങ്ങാടി പോലുള്ളൊരു ഉറച്ച ലീഗിന്റെ മണ്ഡലത്തിലാണിത്. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ 2016 PK അബ്ദുറബായാണ് തിരൂരങ്ങാടി ജയിച്ചത്. അദ്ദേഹം സിറ്റിംഗ് MLA, മുൻ മന്ത്രി. അബ്ദുറബിന് കിട്ടിയ ഭൂരിപക്ഷം വെറും 6,040. വലിയ ഭൂരിപക്ഷം. 2011 അബ്ദുറബായിരുന്നു സ്ഥാനാർത്ഥി. ജയിച്ചത് ലീഗിന്റെ. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ ആ ഒരു UDF ഗവൺമെന്റ് വന്ന ഒരു സമയത്ത്. അന്നാണ് അദ്ദേഹത്തിന് 30,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. PK അബ്ദുറബിന് UDF അധികാരത്തിൽ വന്ന ആ വർഷം. പിന്നീട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ വോട്ട് ബാങ്കിൽ ഏതാണ്ട് 20,000-ഓളം വോട്ടിന്റെ ചോർച്ചയാണ് തിരൂരങ്ങാടി സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കാണാതിരിക്കരുത്. ഇപ്പൊ 2019 ലോക്സഭാ സാഹചര്യം ഇപ്പൊ നിൽക്കുന്നില്ല. അപ്പൊ തന്നെ ഈ 21 ലീഗിന് ഉണ്ടായ വോട്ട് ചോർച്ച തിരൂരങ്ങാടിയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ പറ്റുമോ, റിക്കവർ ചെയ്യുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പൊന്നാനിയിൽ ആര് ജയിക്കും, എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെയാണ്. അതിന് ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഫസ്റ്റ് കേസ് തിരൂരങ്ങാടി ലീഗിന് ക്ഷീണം സംഭവിച്ച മണ്ഡലമാണ്. അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇനി രണ്ടാമത്തെ മണ്ഡലം താനൂരാണ്. താനൂര് സിറ്റിംഗ് MLA, ഇപ്പോഴത്തെ മന്ത്രി V അബ്ദുറഹ്മാൻ LDF സ്ഥാനാർത്ഥിയായിട്ട് പിന്തുണയോടെ നിന്ന് ജയിച്ചാണ്. അദ്ദേഹം ചെറിയ ഭൂരിപക്ഷം 985 വോട്ടിനാണ് ജയിച്ചത്. അതൊരു നേരിയ ഭൂരിപക്ഷമാണ്. എതിര് നിന്നത് ചെറിയ കക്ഷിയല്ല. യൂത്ത് ലീഗിന്റെ വലിയ നേതാവ് PK ഫിറോസാണ്. PK ഫിറോസിനെയാണ് V അബ്ദുറഹ്മാൻ തോൽപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞുപോലെ അങ്ങനെ 985 വോട്ടിനാണ് V അബ്ദുറഹ്മാൻ ജയിച്ച് മന്ത്രിയാകുന്നത്. 2016 V അബ്ദുറഹ്മാനായിരുന്നു ജയിച്ചത് ഈ പറയുന്ന താനൂരില്. അന്ന് അദ്ദേഹം ജയിച്ചത് 4,918 വോട്ടിനാണ്. 5,000-ഓളം വോട്ടിന് അന്ന് ജയിച്ചു. അന്ന് എതിരാളി കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയാണ് തോൽപ്പിച്ചത്. ചെറിയ കാര്യമില്ല. അപ്പൊ അങ്ങനെ 2 തവണ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വന്ന അബ്ദുറഹ്മാൻ ജയിച്ച മണ്ഡലമാണ് ഏത്? പൊന്നാനിയിൽപ്പെടുന്ന താനൂർ. അപ്പൊ അവിടെയും ലീഗിന് ക്ഷീണമുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം കണ്ട ഒരു ചരിത്രമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് അവിടെ നോക്കിയാൽ.
ഇനി 2011 സിറ്റിംഗ് MLA ആയിരുന്നു രണ്ടത്താണി. അദ്ദേഹത്തെ സിറ്റിംഗ് MLA തോൽപ്പിച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ജയിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് 4918, 2011 അദ്ദേഹത്തിന് 9433 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടത്താണിക്ക്. ഇതാണ് താനൂരിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് നമ്മൾ തിരൂരെടുക്കുക. തിരൂര് മൊയ്തീൻ, മുസ്ലിം ലീഗിന്റെ നേതാവ് മൊയ്തീൻ ജയിച്ചത് 7214 വോട്ടിനാണ് 2021. 2016 അവിടെ സി മമ്മൂട്ടി ലീഗിന്റെ യുവ നേതാവ് ജയിച്ചത് 7061 വോട്ടിനാണ്. പണ്ടത്തെ പോലെ ലീഗിന് മൃഗീയ ഭൂരിപക്ഷമൊന്നും അവിടെ ഇല്ല. ഇവിടെ ഈ പറയുന്ന തിരൂരിൽ. ഇനി 2011 എടുക്കുക. സി മമ്മൂട്ടിക്ക് അന്ന് 25,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2011 25,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ലീഗിന് 2016 അത് 7,000 ചുരുങ്ങുകയും 2024 അത് 7,000 തന്നെ ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ലീഗിന് ശക്തി ക്ഷയിച്ചു എന്നല്ലാണ്ട് ശക്തി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഈ പറയുന്ന തിരൂരിൽ. ഇതാണ് തിരൂരിന്റെ അവസ്ഥ. ഇനി കോട്ടയ്ക്കൽ എടുക്കുക. കോട്ടയ്ക്കലിന്റെ സ്ഥിതി എന്താണ്? അവിടെ ആബിദ് ഹുസൈൻ തങ്ങൾ ലീഗിന്റെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം 2 തവണ അവിടെ ജയിച്ചു. 2021 2016 ജയിച്ചു. അദ്ദേഹത്തിന് അവിടെ ലീഗിന്റെ സ്ഥിതി കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതായത് ഈ 2021 ആബിദ് ഹുസൈൻ ജയിക്കുന്നത് 16,588 വോട്ടിനാണ്. നല്ല ഭൂരിപക്ഷമാണ്. ഒരു അസംബ്ലി സെഗ്മെന്റിൽ 16,000 എന്ന് പറയുന്നത് ഒരു നല്ല ഭൂരിപക്ഷമാണ്. ഇനി 2016 അദ്ദേഹത്തിന് ഭൂരിപക്ഷം 17,000 ആയിരുന്നു. അധികം ഒരു 1000 വോട്ട് കൂടിയിട്ടുണ്ട്. വലിയൊരു ജമ്പ് ഒന്നും വന്നിട്ടില്ല. ഇനി 2011 അബ്ദുൽ സമദ് സമദാനിയായിരുന്നു MLA ഇവിടുന്ന് കോട്ടയ്ക്കൽ നിന്ന്. അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 35,902, 36,000 വോട്ടിനാണ് അബ്ദുൽ സമദ് സമദാനി ജയിച്ചിടത്താണ് ലീഗിന്റെ ഭൂരിപക്ഷം അതിന്റെ പകുതിയിലേക്ക് ചുരുങ്ങിപ്പോയത് പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ ലീഗിന് ക്ഷയം അവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക. ഇനി 5ാമത്തെ മണ്ഡലം തവനൂര്. തവനൂര് സ്ഥിതി എന്താണ്? തവനൂര് KT ജലീൽ 3 തവണ ജയിച്ചു. ലീഗിൽ നിന്ന് പുറത്തു വന്ന, വിമതനായിട്ട് പുറത്തു വന്ന് പ്രതിപക്ഷത്തോട് ഇടതുപക്ഷത്തോട് ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തവനൂര് മത്സരിച്ച അദ്ദേഹം 3 തവണ ജയിച്ചു. 1 തവണ അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം ആദ്യം ജയിക്കുന്നത് 2011. അന്ന് ഭൂരിപക്ഷം 6,854. അതൊരു അത്യാവശ്യം നല്ല ഭൂരിപക്ഷമാണ്. ഇനി 2016 ജലീലിന്റെ ഭൂരിപക്ഷം അദ്ദേഹം വർദ്ധിപ്പിച്ചു. 17,064 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. അദ്ദേഹം മന്ത്രിയാവുന്നു 2016 പിണറായി 1ാം സർക്കാരിൽ. 2021 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു, 2,185. അത് ചില വിവാദങ്ങൾ ജലീലിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നന്മ മരം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ആണ് അവിടെ എപ്പോഴും എതിരെ. ലീഗിന്റെ സീറ്റ് അല്ല തവനൂര്. തവനൂരിൽ കോൺഗ്രസ് ആണ് എതിർ മുന്നണിയായിട്ട് മത്സരിക്കുന്നത്. നന്മ മരമെന്ന് വാഴ്ത്തപ്പെട്ട, പിന്നെ തട്ടിപ്പൊക്കെ നടത്തി എന്നൊക്കെ പുറത്തു വാർത്തകൾ വന്ന ഫിറോസ് കുന്നംപറമ്പിലിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം അന്നൊരു താരപരിവേഷമായിട്ട് വന്ന് മത്സരിച്ചതുകൊണ്ടാണ് ആവാം ജലീലിന്റെ ഭൂരിപക്ഷം. പിന്നെ ജലീൽ ചില വിവാദങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ പിന്നെ പെടുകയും ചെയ്തത് കൊണ്ടുകൂടിയുള്ള തിരിച്ചടികൾ അതിൻ്റെ അകത്ത് വന്നെങ്കിലും മണ്ഡലം അദ്ദേഹം നിലനിർത്തി. അവിടെ ലീഗിന് കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇക്കുറിയും തവനൂര് വേറെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്തവണയും തവനൂരിൽ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ അതിൻ്റെ അകത്ത് കിട്ടും. ഇനി 6ാമത്തെ മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനിയിൽ P നന്ദകുമാർ കഴിഞ്ഞവണ ജയിച്ചത് 17,000 വോട്ടിനാണ്. അപ്പം LDFന് വളരെ ഉറപ്പുള്ള പ്രതീക്ഷയുള്ള ഈ ലോക്സഭയിലും തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പൊന്നാനി. അതിന് 2 തവണ അതിന് മുമ്പ് ഇപ്പം നന്ദകുമാർ ജയിക്കുന്നതിന് മുമ്പ് CPIMന്റെ തന്നെ P രാമകൃഷ്ണൻ, സ്പീക്കറായ P രാമകൃഷ്ണൻ 2011 2016 P ശ്രീരാമകൃഷ്ണൻ ഈ 2 തവണ ജയിച്ചതിന് ശേഷമാണ് ഈ തവണ നന്ദകുമാർ ജയിക്കുന്നത്. അവിടെ നമ്മൾ നോക്കണം, 17,000 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉള്ളത്. 2016 P രാമകൃഷ്ണൻ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, മെച്ചപ്പെട്ട ഭൂരിപക്ഷമാണ്. 2011 ആദ്യ തവണ അദ്ദേഹം ജയിക്കുന്നത് കോൺഗ്രസിന്റെ സീറ്റ് തിരിച്ചു പിടിച്ചിട്ട് ജയിക്കുന്നത് 4,101 വോട്ടിനാണ്, 4,000 വോട്ട്. പിന്നെ അതിൽ നിന്ന് വർദ്ധിപ്പിച്ചു. അപ്പൊ ഇവിടെ കാണേണ്ടത് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ചവർ അവരുടെ ഭൂരിപക്ഷം വീണ്ടും മത്സരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ലീഗിന്റെ ജയിച്ച സ്ഥാനാർത്ഥികൾ വീണ്ടും മത്സരിക്കുമ്പോൾ അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ലീഗിന്റെ വോട്ട് ബാങ്കിൽ പിന്നെ വിള്ളലുകൾ വീണിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാര്യം ഈ ഡേറ്റ വെച്ചിട്ട് തന്നെയാണ്.
ഒന്നോ രണ്ടോ ചെറിയ എക്സെപ്ഷൻസ് മാറ്റിവെച്ചതൊഴിച്ചാൽ പൊതുവായ ട്രെൻഡാണ് ലീഗിന്റെ ശക്തിക്ഷയം. അതിപ്പോൾ സമസ്ത വിഷയത്തിൽ ഉൾപ്പെടെ അത് കൂടുതൽ സങ്കീർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനീ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കും, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ സമസ്ത ഇടപെടലൊക്കെ എന്തെന്നുള്ളത് നമ്മൾ കാണാൻ ഇരിക്കുന്നതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു വലിയ കോലാഹലം തന്നെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് അവിടുത്തെ അവസ്ഥ. ഇനി തൃത്താല, പാലക്കാട് ജില്ലയിൽപ്പെടുന്ന തൃത്താല കൂടി ഈ മണ്ഡലത്തിൽ വരികയാണ്. പൊന്നാനിയിൽ തൃത്താലയിൽ ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ് കോൺഗ്രസിന്റെ യുവ നേതാവ് വലിയ വിവാദ പുരുഷനായ VT ബൽറാമിനെ മലർത്തിയടിച്ചിട്ടാണ് ഇത്തവണ ജയിച്ച് മന്ത്രി, ആദ്യം സ്പീക്കർ പിന്നെ മന്ത്രിയായത്. 3016 വോട്ടിനാണ് രാജേഷ് ജയിച്ചത്. ഒരു ചെറിയ ഭൂരിപക്ഷം, ന്യായമായ ഭൂരിപക്ഷം. പിന്നെ കഴിഞ്ഞ തവണ VT ബൽറാം 2016-ലും 2011-ലും ആദ്യം ജയിച്ചു. 2011-ൽ VT ബൽറാമിന്റെ ഭൂരിപക്ഷം 3000 വോട്ടായിരുന്നു, 3197 വോട്ട്. 2016-ൽ അത് അദ്ദേഹം 10000 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു, 10000-ൽ പരം വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ പക്ഷെ ഇത്തവണ അദ്ദേഹം തോറ്റുപോയി എന്ന് പറയുമ്പോഴും തൃത്താലയിലും LDF-ന് അനുകൂലമായ ഒരു സാഹചര്യം തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു MP രാജേഷിലൂടെ, ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPI. അത് ഇക്കാര്യത്തിൽ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചില അനുരണനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ സെറ്റ് ബാക്ക് വരുന്നത് ലീഗിന് തന്നെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പൊന്നാനിയിൽ സമദാനി ജയിച്ചാൽ പോലും ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയും. അതിനകത്ത് യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഈ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഇനി ജയിച്ചില്ലെങ്കിലോ, ലീഗ് വിട്ടുവന്ന വിമത നേതാവ് ഹംസ ജയിച്ചാൽ അതൊരു വലിയ അട്ടിമറിയായിട്ട് മാറും. ഇനി സമദാനി ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് തന്നെ ജയിച്ചാൽ പോലും അത് ലീഗിന്റെ വിജയമായിട്ടല്ല വ്യാഖ്യാനിക്കപ്പെടുക, ലീഗിന്റെ അടിത്തറകൾ ഇളകിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സന്ദേശമാണ് ആ ഫലത്തിൽ എന്നാലും വരിക. അല്ലെങ്കിൽ ഒരു വൻ ഭൂരിപക്ഷത്തിന് സമദാനി, മണ്ഡലം മാറിയ സമദാനി, മലപ്പുറത്ത് നിന്ന് പൊന്നാനി വന്ന സമദാനി ജയിക്കണം. ഇല്ലെങ്കിൽ ലീഗിന് ക്ഷീണമാണത്. ആർക്കാ ഇത് മനസ്സിലാവാത്തത്? ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ. അപ്പം ഇതാണ് തൃത്താലയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ പൊന്നാനി വളരെ ചരിത്ര നഗരമാണ്. എത്രയോ നൂറ്റാണ്ടുകൾ, പിന്നെ എത്രയോ ചരിത്രങ്ങൾ പറയാവുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി, സ്ഥലമാണ് പൊന്നാനി. കോൺഗ്രസ് രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയവും പലപ്പോഴും അവിടെ വളരെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ലീഗിന് അവിടെ പ്രസക്തി ചില മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഇല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കും. അപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ, പിന്നെ ആര് ജയിച്ചാലും, പൊന്നാനിയിൽ ആര് ജയിച്ചാലും അതൊരു ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുള്ളൂ. അതിപ്പം സമദാനിക്കായാലും പിന്നെ ഇപ്പോഴത്തെ ഈ പറയുന്ന LDF-ന്റെ സ്ഥാനാർത്ഥി ഹംസയ്ക്കായാലും എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ കേസ് ഹംസ ജയിച്ചാൽ പോലും ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുള്ളൂ. പിന്നെ BJP-ക്ക് ഒരു 10%-ലധികം വോട്ട്, മാക്സിമം 10-12%-ലധികം വോട്ട് നേടാനുള്ള ഒരു സാഹചര്യം പൊന്നാനിയിൽ നിലവിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.